ആരേ ശശി? ശശിയേട്ടാ, ഈ ഫോട്ടോ ഇവിടുന്ന് പ്രിന്റ് അടിച്ചു കൊടുത്താണോ? നോക്കട്ടെ സാറേ. അല്ല സാർ. അയ്യോ, കള്ളം പറയുന്നോടാ റാസ്കൽ. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച് കല്യാണം മുടക്കാൻ നടക്കുന്നോടാ. ഈ ഫോട്ടോയിലുള്ളവൻ ആരാടാ? അത് ഗിരിനഗറിലുള്ള ഒരു സുമേഷാണ് സാറേ. ആരെ ഈ സ്റ്റുഡിയോ നടത്തുന്നത്? അതാരാ? സുധീന്ദ്ര സാറാ. ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. അയാൾ വരുമ്പോ സ്റ്റേഷനിലോട്ട് വരാൻ പറ. നടക്കാം. പപ്പേട്ടാ, എന്താടാ, എന്തൊക്കെയുണ്ട്? ആകെ പ്രശ്നമായി പപ്പേട്ടാ. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താടാ, എന്തു പറ്റി? ഏതോ ഒരു പെണ്ണിന്റെയും ചെക്കന്റെയും ഫോട്ടോകൾ കൂട്ടി യോജിപ്പിച്ച് പ്രിന്റ് അടിച്ചു കൊടുത്തതിന് സ്റ്റുഡിയോയിലെ ശശിയെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഹോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, വിശ്വസ്തരായവരെ മാത്രമേ ജോലിക്ക് നിർത്താവുന്നു. ഇനി ഇപ്പൊ ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാ നിന്റെ സ്റ്റുഡിയോയിലേക്ക് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരൂ? അവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ എസ് ഐ മാത്രമേ പപ്പേട്ടിന് പരിചയമുള്ളതല്ലേ? പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. തന്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രിന്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വരുമോ? ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല സർ. മറ്റാരും അറിയാതെ സ്റ്റുഡിയോയിൽ വെച്ച് ശശി വളരെ രഹസ്യമായിട്ട് ചെയ്തു കൊടുത്തതാ. ആര് ചെയ്തു കൊടുത്താലും സ്റ്റുഡിയോ ഓണർ എന്ന നിലയ്ക്ക് ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ക്രിമിനൽ ഒഫൻസാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതില് ഇവന് വല്ലാത്ത കുറ്റബോധമുണ്ട് സർ. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ എനിക്കറിയാവുന്ന ഒരാളുടെ കുട്ടിയാ. ഞങ്ങൾ ഇന്ന് തന്നെ അവരെ പോയി കാണുന്നുണ്ട് സർ. താനിതിൽ ഇൻവോൾവഡ് അല്ല എന്ന് പപ്പേട്ടൻ പറഞ്ഞുകൊണ്ടാ തന്നെ ഇന്ന് ഒഴിവാക്കുന്നത്. പക്ഷെ യുവന്മാരുണ്ടല്ലോ, ഇവരെ ഞാൻ വെറുതെ വിടില്ല. സർ, ഈ ഒരു തവണത്തേക്ക് ഇവരോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്കണം. നിന്നേ, പപ്പേട്ടൻ ചെല്ലേ, ഞാനിവിടെ നിന്നോളാം. പിന്നെന്തിനാ നീ വന്നേ? അല്ല, ഞാനാണ് സ്റ്റുഡിയോക്കാരനെന്ന് അറിഞ്ഞ ചിലപ്പോ അവരങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. ഞാനല്ലേ കൂടെയുള്ളേ. നീ വാ. ആ, ഇതാര്? പപ്പനോ? വരൂ വരൂ, ഇരിക്കൂ. എന്താ പതിവില്ലാതെ? വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഒന്ന് കാണണമെന്ന് തോന്നി. ആ, അങ്ങനെയൊക്കെ സംഭവിച്ചു. ആരാ? മനസ്സിലായില്ലോ. ഇത് സുധി, എന്റെ ശിഷ്യനാ. ഓ, ഇവന്റെ സ്റ്റുഡിയോയിലെ ഒരുത്തനാ ശ്രീജയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ആ ഫോട്ടോ ശരിയാക്കി കൊടുത്തു. കാശുണ്ടാക്കാൻ നോക്കിയ മാർഗം കൊള്ളാം. ഇതിലും ഭേദം. നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. സുധി അല്ല ഇതൊന്നും ചെയ്തത്. ഇവൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. അതെ സർ, ഞാൻ സ്ഥലത്തില്ലാത്തപ്പോ സാറിന്റെ മകളുടെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വന്ന് എന്റെ അസിസ്റ്റന്റിന് കാശ് കൊടുത്ത് ചെയ്യിച്ചതാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ മാപ്പ് ചോദിക്കാനും കൂടി ഞങ്ങൾ വന്നത്. ഇനി മാപ്പ് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ മോൾക്കുണ്ടായ ചീത്തപ്പേര് പോവോ? നിങ്ങൾക്കുണ്ടായ അപമാനത്തിന് ഞാൻ എന്തു പറഞ്ഞാലും പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയുക, ഞാൻ വരന്റെ വീട്ടിൽ ചെന്ന് സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയാലോ? ഏയ്, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ പിന്നാലെ ശല്യം ചെയ്ത് നടന്ന ഒരുത്തൻ കല്യാണം മുടക്കാൻ വേണ്ടി കൃത്രിമ ഫോട്ടോ ഉണ്ടാക്കി അയച്ചതാണെന്ന് ഞാൻ അവരുടെ കാല് പിടിച്ച് പറഞ്ഞതാ. കേട്ടില്ല. എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ? ഇനി അവരിങ്ങോട്ട് വന്ന് പറഞ്ഞാലും അവൾക്ക് ആ ബന്ധം വേണ്ടെന്നാ പറയുന്നത്. താൻ വിഷമിക്കണ്ട. ഈശ്വരൻ ശ്രീജയ്ക്ക് നല്ലതേ വരുത്തു. മോളെവിടെ? കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിരിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ക്ലാസ്സൊക്കെ എങ്ങനെ നടക്കുന്നു മോളെ? കുഴപ്പമില്ല. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും വളരെ നന്നായി. മനസ്സിൽ നന്മയുള്ളവർക്കെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാവും. ശ്രീജ എന്തുകൊണ്ടും നിനക്കിണങ്ങുന്ന പെൺകുട്ടിയാ. നിന്റെ ഭാര്യയായി വരാനായിരിക്കാം ആ കുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയത്. വിവാഹം മുടങ്ങിപ്പോയതിലുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമായില്ലല്ലോ. ആ കുട്ടിക്കും വീട്ടുകാർക്കും എന്നെ കൂടി ഇഷ്ടാവണ്ടേ? നിനക്ക് മറ്റ് ഡിമാൻഡുകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ പരമേശ്വരൻ നായരോട് ഞാൻ ഇക്കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്.
നീ ഇന്ന് തന്നെ അമ്മയോടും ചേട്ടനോടും ചോദിച്ച് അനുവാദം വാങ്ങണം. അവരുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ശരി. നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് വിരോധമൊന്നുമില്ല. നീ പറയുന്ന കുട്ടിയുടെ അച്ഛൻ പരമേശ്വരൻ നായരെ എനിക്കറിയാം. നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ബന്ധമാണ്. പക്ഷേ എനിക്ക് ഇവനെയാ പേടി. ഇതാ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ ഉത്തരവാദിത്തമില്ലാതെ ഉഴപ്പ് നടക്കാനാണ് ഭാവമെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കാൻ നല്ലത്. അതൊക്കെ കല്യാണം കഴിയുമ്പോ ശരിയായിക്കോളും. ഇത്രയും നാള് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നിരുന്ന ആള് ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ വലിയ കാര്യം. ഇനി അതും ഇതും പറഞ്ഞ് ചേട്ടൻ കാരണം അനിയന്റെ കല്യാണം നടക്കാതിരിക്കണ്ട. നിനക്കത് പറയാം. പല ബിസിനസ്സും നടത്തി എത്ര രൂപയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ദാ ഇപ്പൊ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, കേട്ടില്ലേ? ജോലിക്കാരുടെ വിക്രിയകള്. ആ പപ്പേട്ടനുള്ളതുകൊണ്ട് ഇവൻ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ രക്ഷപ്പെട്ടു പോകുന്നു. ഒരു കണക്കിന് നന്നായി. അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടാണല്ലോ ഇവൻ എപ്പോഴെങ്കിലും പെണ്ണ് കെട്ടാൻ സമ്മതിച്ചത്. ഓ, അമ്മ ഇത്ര പാവായി പോയല്ലോ. അമ്മയാ ഇവനെ ഇത്രയും വഷളാക്കിയത്. കല്യാണമൊക്കെ കഴിഞ്ഞ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും, അല്ലേടാ? അതെ, ചേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ചേട്ടത്തെ കെട്ടിയതിന് ശേഷമല്ലേ ഈ മൂരാച്ചി സ്വഭാവത്തിന് അല്പമെങ്കിലും മാറ്റം ഉണ്ടായത്. അതെ, നാളെ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി പോയി കുട്ടിയുടെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. പപ്പേട്ടനും കൂടെ വരും. ഇവന്റെ ധൃതി കണ്ടാ തോന്നും ആ പെണ്ണിനെ നാളെ തന്നെ വിളിച്ചോണ്ട് വരുമെന്ന്. ലക്ഷണം കണ്ടിട്ട് ആ കുട്ടിയുടെ കല്യാണം മുടക്കിയ ദീപനാണോന്ന് എന്റെ സംശയം. എങ്ങനെയാണ്? ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ക്യാമറ താഴെ വയ്ക്കാം. അയ്യോ വേണ്ട, അത് വേണ്ട, ശരിയാവില്ല. ഇത് ഇതാ, ഇങ്ങനെ തരൂ. ഇരിക്കൂ, ഇരിക്കൂ. ഒരു മിനിറ്റ്. ഇത് കോള് ഓഫ് ചെയ്തേക്കാം. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച ശശിയോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ആ ദുഷ്ടനോടോ? ആ, അവൻ അന്ന് അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇതാരാ ഈ സമയത്ത്? ഹാപ്പി മാരീഡ് ലൈഫ്. സമ്മാനം തന്നിട്ട് നീ ഓടിക്കളയാൻ പോവാടാ. വാടാ ഇങ്ങോട്ട്. രാവിലെ വിവാഹത്തിനെത്താൻ സാധിക്കാത്തതിൽ ആദ്യമേ സോറി. എന്നെപ്പോലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ പ്രൊഡ്യൂസർമാർ സമയം തരില്ല. അത് തന്നെയാ പ്രശ്നം. ആ, ഇന്നാ ഇത് പിടി. എന്റെ കയ്യിൽ ഭാരം ഒഴിയട്ടെ. കല്യാണത്തിന് വരാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചതാ. പാലക്കാട് ലൊക്കേഷൻ, പോരാത്തിന് മമ്മൂട്ടി സാറുള്ള കോമ്പിനേഷനും. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുമോ? ആ, ഞാൻ വേഗം പോയേക്കാം. നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ടെമ്പോ ഞാനായിട്ട് കളയുന്നില്ല. വിളിക്കുന്നില്ല പടേ. ശ്രീജേ, നീ ഇരിക്കേ. ശ്രീജേ, ഇത് വലിയ ശല്യമായി. പറ്റില്ല, പോകാൻ പറ്റില്ല. വിടമാട്ടെ. അഡ്വാൻസ് ഒക്കെ ചോള ചോള പോലെ എന്നെ വാങ്ങിച്ചിട്ട് ചിരഞ്ജീവിയുടെ കൂടെ നടിക്കാൻ പോണോ? അത് ഇവിടെ നടക്കില്ല. നോ നോ നോ, നത്തിങ് ഡൂയിങ്. ആരാ? തന്നിഷ്ടയാ. തന്നിഷ്ടയോ? അതാരാ? തെലുങ്കിലെ പുതിയ നടിയാ തന്നിഷ്ട. അവളുടെ തന്നിഷ്ടൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ എന്നിഷ്ടമേ നടക്കൂ. ഞാൻ ഹാപ്പിയാണ് സുധി. നല്ല ഐശ്വര്യമുള്ള, നല്ല പോസിറ്റീവ് എനർജി ഉള്ള കുട്ടിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് റഫീഖ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിസ്റ്റർ ഭാഗ്യവതിയാ. ഇവനെ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരുത്തനെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇവൻ വെറും ഒരു വീഡിയോഗ്രാഫർ ആണ്ട ആളല്ല. ഇവന്റെ ഫ്യൂച്ചർ അങ്ങ് സിനിമയില. ഇവൻ വലിയൊരു ക്യാമറമാനായി തീരും, എനിക്കുറപ്പാ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചാണോ? ഓ, ഞാൻ വരുന്ന വഴി കഴിച്ചതാ. എന്നാ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അപ്പൊ സിസ്റ്ററെ, ഞാൻ ഇറങ്ങിയെന്ന്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.